കോഴിക്കോട് എരമംഗലത്താണ് കുടിയിറക്ക് ഭീഷണി നേരിടുന്ന സരോജിനി എന്ന വയോധിക ഉള്ളത്. അവരെ ഒറ്റപ്പെടുത്തിയില്ല എന്നാണ് ബാലുശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത്. ക്വാറിയുമായി ബന്ധപ്പെട്ട് നിയമവിരുദ്ധ പ്രവർത്തനം നടന്നിട്ടുണ്ടെങ്കിൽ പരിശോധിക്കുമെന്നും പ്രസിഡന്റ് രൂപലേഖ ഉറപ്പു നൽകി. അതേസമയം നിയമം ലംഘിച്ചല്ല ക്വാറി പ്രവർത്തനമെന്നാണ് ലൈസൻസിയുടെ വാദം. വീട്ടിൽ തുടർന്നും താമസിക്കാനാണ് ആഗ്രഹമെന്ന് സരോജിനി അമ്മ റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഇത് 63 വയസ്സുകാരി സരോജിനി. ആകെയുള്ള 4 സെന്റ് ഭൂമിയിലെ ഈ ഒറ്റമുറി വീടാണ് ഏക ആശ്രയം. എന്നാൽ ദൂരപരിധി ലംഘിച്ചുള്ള ക്വാറി പ്രവർത്തനം കാരണം കുടിയിറക്ക് ഭീഷണിയിലാണ് സരോജിനി. പാറ പൊട്ടിച്ച് കല്ല് വന്ന് വീണ് പൊട്ടുകയോ ചെയ്താണ്. അപ്പം ഇവിടെ കിടക്കണത് ഞാൻ മെമ്പർമാരോ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ കിടക്കാൻ പറ്റൂല, കുടുംബ സ്വത്തായിരുന്നു. അപ്പം 2019 ഈ സ്ഥലം ഞാൻ കിട്ടിയതിൻ്റെ രജിസ്റ്റർ ചെയ്ത എല്ലാ രേഖയും ഇതിലുണ്ട്. റേഷൻ കാർഡും എല്ലാവരും എനിക്ക് അരി കിട്ടുന്നുണ്ടായിരുന്നു. എല്ലാ രേഖകളും ഉണ്ട്. അപ്പോൾ എനിക്കിവിടെ നിൽക്കാനാവില്ല. സായവരെ കൂടിയാണ് ഞാൻ നിൽക്കുന്നത്. ഈ പാറ പൊട്ടിക്കുമ്പോൾ എനിക്കിവിടെ നിൽക്കാൻ പറ്റുമോ? സരോജിനിയുടെ ദുരിതത്തിന്റെ വാർത്ത റിപ്പോർട്ടർ പുറത്തു കൊണ്ടുവന്നു. പരാതികൾ ഏറെ നൽകി മടുത്ത സരോജിനിക്കും ബന്ധുക്കൾക്കുമൊപ്പം റിപ്പോർട്ടറും ചേർന്നു. നിലവിലെ അവസ്ഥ ഒരിക്കൽ കൂടി തത്സമയം പ്രേക്ഷകർക്ക് മുൻപിലെത്തിച്ചു. ഇതാണ് ആ കാണുന്ന ഒറ്റമുറി വീടെന്ന് പറയുന്നത്. അതിന് തൊട്ടടുത്താണ് ഒരു ക്വാറി പ്രവർത്തിക്കുന്നത്. ആ ക്വാറി എന്ന് പറയുന്നത് ഈ കോക്കല്ലൂർ ഗ്രാനൈറ്റ്സ് എന്ന് പറയുന്ന പേരിൽ നേരത്തെ 2020 ലൈസൻസ് കിട്ടിയ ക്വാറിയാണ്. ഒരു 10 മീറ്റർ പോലും അകലമില്ലാത്ത തരത്തിലാണ് ഇപ്പോൾ ആ ക്വാറിയുടെ പ്രവർത്തനം എത്തി നിൽക്കുന്നത്. തുടർന്ന് രേഖകളുമായി പരാതിക്കാരനും സരോജിനിയുടെ സഹോദരപുത്രനുമായ കൃഷ്ണൻകുട്ടി റിപ്പോർട്ടർ സംഘത്തോടൊപ്പം ബാലുശ്ശേരി പഞ്ചായത്ത് ഓഫീസിലും എത്തി. എല്ലാം തത്സമയം പ്രേക്ഷകർക്ക് മുൻപിൽ. ബാലുശ്ശേരി പഞ്ചായത്ത് അധികൃതരുടെ പ്രതികരണം തേടി റിപ്പോർട്ടർ സംഘം. സരോജിനിക്ക് കെട്ടിട നമ്പർ നൽകിയിട്ടുണ്ടെന്ന് സ്ഥിരീകരിച്ചു സെക്രട്ടറി. നിലവിൽ ഇവിടെ രജിസ്റ്റർ പ്രകാരം 14/44A എന്ന് പറയുന്ന ഒരു നമ്പറുണ്ട്. അതൊരു ഷെഡാണ്. ആ ഷെഡ് അവിടെ അന്ന് താമസയോഗ്യമായ ഷെഡാണെങ്കിൽ ഈ പറഞ്ഞ നിരാക്ഷേപ സാക്ഷ്യപത്രം കിട്ടാൻ സാധ്യതയില്ല. ആ സാക്ഷ്യപത്രം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗ്രാമപഞ്ചായത്ത് 2020 ലൈസൻസ് അനുവദിച്ചിട്ടുള്ളത്. ക്വാറി ലൈസൻസിയെ ബന്ധപ്പെട്ട റിപ്പോർട്ടർ സംഘത്തോട് ക്വാറി പ്രവർത്തനം തുടങ്ങുമ്പോൾ പ്രദേശത്ത് കെട്ടിടങ്ങൾ ഇല്ലായിരുന്നുവെന്നും ഉള്ളത് ഒഴിപ്പിച്ചിരുന്നുവെന്നുമുള്ള വാദമാണ് ലൈസൻസി ഉയർത്തിയത്. ഇത്തരം നിരാക്ഷേപ സാക്ഷ്യപത്രങ്ങൾ അനുവദിച്ച സമയത്തൊന്നും തന്നെ അങ്ങനെ ഒരു കെട്ടിടം അവിടെ ഉള്ളതായിട്ടൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. ക്വാറി ലൈസൻസ് നിയമങ്ങൾ പാലിച്ചെന്ന് പറഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റ് രംഗത്തെത്തി. പിന്നാലെ പിഴവുകളുണ്ടെങ്കിൽ പരിശോധിക്കുമെന്ന് ഉറപ്പു നൽകി. ക്വാറി ലൈസൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള നിരാക്ഷേപ സാക്ഷ്യപത്രങ്ങൾ 6 വകുപ്പുകൾ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അത് എങ്ങനെയാണ് കൊടുത്തത് എന്നുള്ളത് അന്വേഷിക്കേണ്ടി വരും. സ്വന്തം ഭൂമിയിൽ ജീവിക്കണമെന്ന നിലപാടിൽ ഉറച്ചു നിന്നു സരോജിനി. ഈ വീടിന് വെച്ചിട്ട് ഞങ്ങൾക്ക് ഇവിടുന്ന് എവിടെയും പോകാനാവില്ല. ഞാൻ ജനിച്ചു വളർന്ന നാടാണിത്. ഇവിടെ തന്നെ താമസിക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നത്. റിപ്പോർട്ടറിന്റെ തത്സമയ ഇടപെടലിന് പിന്നാലെ അധികൃതരിൽ നിന്നും അനുകൂല സമീപനമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് സരോജിനി. ടീം റിപ്പോർട്ടർ, കോഴിക്കോട്.